നട്ടെല്ലിനുള്ള വളവുകൾ ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ളവരിൽ വരെ വരുന്ന ഒരു അസുഖമാണ്. നട്ടെല്ലിന്റെ വളവുകൾ ചെറുപ്പത്തിൽ കാണുന്ന അസുഖങ്ങളും പ്രായമുള്ളവരിൽ കാണുന്ന വളവുകളും കാരണങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സാ രീതികളും വ്യത്യസ്തമാണ്. ചിലപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരു അസ്ഥി ഇല്ലാതെ ജനിക്കുക, നട്ടെല്ലിന്റെ ഒരു ഭാഗം ഇല്ലാതെ ജനിക്കുക, അല്ലെങ്കിൽ നട്ടെല്ലിന്റെ ഒരു ഭാഗം കൂടുതലായിട്ട് വളരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുക. ഇങ്ങനെയുള്ളപ്പോൾ അതിനെ ജനിച്ചപ്പോൾ തന്നെയുള്ള സ്കോളിയോസിസ് എന്ന് പറയുന്നു. അതിന്റെ ചികിത്സാ രീതികൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. പ്രായമുള്ളവർ കാണുന്ന സ്കോളിയോസിസ് അസ്ഥികൾക്ക് ബലം കുറയുമ്പോൾ ഒരു ഭാഗത്തുള്ള അസ്ഥി ക്ഷയിച്ചു പോവുകയും മറ്റുള്ള അസ്ഥി താരതമ്യേന ബലമുള്ളതായി തീരുമ്പോൾ ഒരു സൈഡിലേക്ക് വളയുന്നു. ചികിത്സ ചെയ്യാത്ത രോഗികൾ പലപ്പോഴും കൂടുതൽ വളയുകയും അവ ശ്വാസകോശങ്ങളെ ബാധിക്കുകയും ഹാർട്ടിന്റെ പമ്പിങ് കുറയുകയും അവരുടെ ജീവിതത്തിന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരാറുണ്ട്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും വികലാംഗത്വത്തിലേക്ക് നീങ്ങുകയും രോഗി കയ്യാവലംബരും ബെഡ് റിഡൺ ആയി പോവുകയും ചെയ്യുന്ന അവസ്ഥകളിൽ എത്തിപ്പെടാറുണ്ട്. ഇത്തരം ചികിത്സാ രീതികൾ ശസ്ത്രക്രിയ എന്ന മാർഗത്തിലൂടെ രോഗിക്ക് പൂർവ്വസ്ഥിതി വിശേഷം എത്തിച്ചേരാൻ സഹായിക്കുന്നു. ഇത് സാധാരണയായി ഒരാൾക്കുണ്ടാവുന്ന ഒരു നട്ടെല്ലിന്റെ മോഡലാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് രോഗിയുടെ നട്ടെല്ല് മുമ്പോട്ട് വളഞ്ഞാൽ കൈഫോസിസ് എന്ന് പറയും, സൈഡിലോട്ട് വളയുന്നതിന് സ്കോളിയോസിസ് എന്ന് പറയും. പലപ്പോഴും രണ്ടും ഒരുമിച്ച് സംഭവിക്കാറുണ്ട്. ഇത്തരം വളവുകൾ ചെറിയ ഡിഗ്രികൾ ആവുമ്പോൾ നമ്മൾ ബെൽറ്റ് ബ്രേസ് എന്ന രീതിയിലാണ് ചികിത്സിക്കുന്നത്. എന്നാൽ 40 ഡിഗ്രിയിൽ കൂടുതൽ ഈ വളവ് വരുമ്പോൾ ഓപ്പറേഷനാണ് ചികിത്സാ രീതി. ചെറിയ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് നട്ടെല്ലിന്റെ വളവ് നിവർത്തി രോഗിയെ പൂർവാവസ്ഥയിലാക്കുന്നതാണ്. ഈ നട്ടെല്ലിന്റെ വളവുകൾ അകറ്റുകയും ഇത്തരത്തിലുള്ള ഒരു നട്ടെല്ല് രോഗിക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ രോഗി പൂർവാവസ്ഥയിൽ എത്തിപ്പെടും.